എത്ര കാലം ഇന്ത്യയെ ശത്രുസ്ഥാനത്ത് നിർത്തി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നായിരിക്കും പാകിസ്ഥാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. കാരണം പാകിസ്ഥാൻ ഏതൊക്കെ രാജ്യത്തിനോട് കൈനീട്ടി അപേക്ഷിച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചോദിക്കാൻ പോയാലും ആ രാജ്യങ്ങളൊക്കെ ഇന്ത്യയുടെ സുഹൃത്തായതുകൊണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ ശത്രു ആയതുകൊണ്ട് നിഷ്കരുണം പാകിസ്ഥാനെ തെറി പറഞ്ഞൊട്ടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ശ്രീലങ്കയുമായി ചേർന്ന് തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലത്ത് പാകിസ്ഥാൻ നാവികാഭ്യാസം നടത്താൻ പോയപ്പോൾ ഇന്ത്യക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഇന്ത്യ വേണ്ട എന്ന് പറഞ്ഞു ശ്രീലങ്ക പാകിസ്ഥാനെ കണ്ടം വഴി ഓടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇത് പാകിസ്ഥാന് വലിയ നാണക്കേട് ഉണ്ടാക്കി. ഇപ്പോഴിതാ തായ്വാനിൽ നിന്നാണ് ഒരു വാർത്ത പുറത്തു വരുന്നത്. ഇന്ത്യയുടെ മുഖ്യ ശത്രുവായ പാകിസ്ഥാന് കനത്ത പ്രഹരം ഏൽപ്പിച്ചിരിക്കുകയാണ് തായ്വാൻ. തായ്വാനിലെ ഡ്രോൺ നിർമ്മാണ കമ്പനിയായിട്ടുള്ള ഡ്രോൺസ് വിഷൻ തങ്ങളുമായുള്ള ഒരു കരാർ നിഷേധിച്ചു എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. സമീപകാല സംഭവ വികാസങ്ങളിൽ പാകിസ്ഥാൻ സൈന്യവുമായി തങ്ങൾക്ക് ബന്ധമില്ല, ബന്ധപ്പെടാനും കഴിയുന്നില്ല, ബന്ധപ്പെടാൻ താല്പര്യവുമില്ല എന്നാണ് ഇപ്പോൾ തായ്വാൻ കമ്പനി പറയുന്നത്. അതായത് ഡ്രോൺ വാങ്ങുന്നതിനായി തായ്വാൻ കമ്പനി കറാച്ചി ആസ്ഥാനമായുള്ള പ്രതിരോധ കമ്പനിയുമായി ചർച്ച നടത്തുന്നുണ്ടെന്ന് ചില പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും കമ്പനി എല്ലാ അവകാശവാദങ്ങളും നിരസിച്ചു. ഏറ്റവും പുതിയ സംഭവ വികാസത്തെക്കുറിച്ച് കമ്പനി പറയുന്നത് ഇങ്ങനെയാണ്: തായ്വാൻ കമ്പനിയായിട്ടുള്ള ഡ്രോൺ വിഷൻ ഇന്ത്യയിലേക്ക് ഡ്രോണുകൾ വിതരണം ചെയ്യുന്നതിലൂടെ വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് ഇന്ത്യയിൽ ഡ്രോൺ വിതരണം ചെയ്യുന്ന ഒരു കമ്പനി പാകിസ്ഥാൻ വന്ന് ഡ്രോൺ ഞങ്ങൾക്ക് കൂടെ തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരാൻ സാധിക്കില്ല എന്ന് മാത്രമേ ആ ഡ്രോൺ കമ്പനിക്ക് പറയാൻ സാധിക്കുള്ളൂ. കാരണം ഇന്ത്യയുമായുള്ള ബന്ധം വളരെ മികച്ച രീതിയിലാണ് ഇപ്പോൾ തായ്വാന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തായ്വാൻ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇന്ത്യ ഓടിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട്, അമേരിക്ക ഓടിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഒരു നല്ല ബന്ധം തായ്വാന് ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആംഗിൾ കൂടെ ഈ വാർത്തയുടെ പുറകിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദി സൺഡേ ഗാർഡിന്റെ റിപ്പോർട്ട് അനുസരിച്ച് സൈനിക ആവശ്യങ്ങൾക്കായി ഡ്രോണുകളും ആന്റി UV സാങ്കേതിക വിദ്യയും നിർമ്മിക്കുന്നതിൽ തായ്വാൻ കമ്പനിയായിട്ടുള്ള ഡ്രോൺസ് മിഷൻ പ്രശസ്തമാണ്. ആ കമ്പനി ഇന്ത്യയിൽ കച്ചവടവും നടത്തുന്നുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൽ യുക്രൈനിയൻ സൈന്യവും ഈ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്തിടെ പാകിസ്ഥാനിലെ യൂണിവേഴ്സൽ സ്മാർട്ട് മിലിറ്ററി സിസ്റ്റം ഡ്രോൺ വിഷനും തമ്മിൽ ചർച്ചകൾ നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ശ്രദ്ധേയമായി USMS പാകിസ്ഥാൻ വ്യോമസേനയുടെ പങ്കാളികളാണ്. ഇതുവരെ പാകിസ്ഥാനിൽ ഒരു ഇടപാടുകളും നടത്താൻ പോകാത്ത ഈ ഡ്രോൺ കമ്പനി ഇപ്പോൾ നടത്താൻ പോയപ്പോൾ ഉടനെ തന്നെ അത് വേണ്ടെന്ന് ഈ കമ്പനി പൊടുന്നനെ വയ്ക്കുകയായിരുന്നു. അതിന് പിന്നിൽ ഇന്ത്യയാണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.